ാണെങ്കിൽ ഈ യുദ്ധത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടാകും, അതെവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ളതൊക്കെ ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി തന്നെ നിലനിൽക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തേണ്ടതുണ്ട്. ഒരിടവേള. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ട് അമേരിക്ക പറഞ്ഞത് ഇത് ഒരു സമാധാന ശ്രമത്തിന്റെ അല്ലെങ്കിൽ സമാധാനത്തിന്റെ തുടക്കമാണെന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിലുള്ള റിപ്പോർട്ടുകളല്ല മേഖലയിൽ നിന്ന് പുറത്തുവരുന്നത്. ഏത് സമയവും ഇറാന്റെ തിരിച്ചടി ഉണ്ടായേക്കാം. ഇപ്പോൾ ഹൂതികളുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഇത് സമാധാനത്തിന്റെ അല്ല, യുദ്ധത്തിന്റെ തുടക്കമാണെന്നുള്ള പ്രതികരണം. ഒപ്പം തന്നെ ഈ ആക്രമണത്തെ ഹമാസ് അപലപിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്തരം സായുധ സംഘടനകളൊക്കെ സജ്ജരായിരിക്കുന്നു. ഒപ്പം തന്നെ ഇറാൻ തന്നെ വളരെയധികം സജ്ജമായി തന്നെ നീങ്ങുന്നു. ഒരു പ്രത്യാക്രമണം അത് ഉറപ്പാണ്. അത് ഏത് സമയം ഉണ്ടാകും, എപ്പോഴുണ്ടാകും, എവിടെയുണ്ടാകും തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ് വ്യക്തത വരാനുള്ളത്. പക്ഷേ അത്തരം ആക്രമണങ്ങൾക്ക് ഇറാൻ മുതിരുകയാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ നടന്നതുപോലെ ഉണ്ടായ ഒരു പ്രത്യാക്രമണമല്ല ഉണ്ടാവുക എന്ന മുന്നറിയിപ്പ് കൂടി അമേരിക്ക നൽകുമ്പോൾ അതീവ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെ ഈ പശ്ചിമേഷ്യ കടന്നു പോവുകയാണ്. ബി.കെ. സുഹൈൽ കൂടി ചേരുന്നുണ്ട്. സുഹൈൽ, ഇനിയിപ്പോൾ ഏത് രീതിയിലുള്ള ആക്രമണം ഉണ്ടാകും? ഹൂത്തികളടക്കം നമുക്കറിയാം മുൻപ് വലിയ രീതിയിൽ അമേരിക്കയുടെ കപ്പലുകളൊക്കെ ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ അതിനുശേഷം അമേരിക്ക നൽകിയ തിരിച്ചടിയിൽ ഹൂത്തികൾക്ക് കനത്ത നാശനഷ്ടവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ പ്രതികരണം അടക്കം പുറത്തു വന്നിരിക്കുന്നു. ഇറാനും ആ ഒരു ആക്രമണത്തിൽ നിന്ന് പിൻവാങ്ങില്ല എന്നുള്ള സൂചനകൾ തന്നെ തരുന്നു. അങ്ങനെയാണെങ്കിൽ വലിയ വിപത്തുകൾക്കിനെ സാക്ഷിയാകേണ്ടി വരുമോ? ഹൂത്തികളടക്കമുള്ള സംഘടനകളുമായി ഒരു ഡീലിലേക്ക് എത്താൻ അമേരിക്ക പരമാവധി ശ്രമിച്ചിരുന്നു. നമുക്കറിയാം യമനിലെ ഹൂത്തികൾ ചെറിയൊരു സംഘമാണെങ്കിലും അവരുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരുന്നു. പ്രത്യേകിച്ചും മെഡിറ്ററേനിയൻ കടലിൽ അവർ നടത്തിയ ആക്രമണങ്ങൾ അമേരിക്കയുടെ വ്യാപാര ശൃംഖലയെ തന്നെ തകർക്കുന്ന തരത്തിലുള്ള ചരക്ക് നീക്കത്തെ ആകെ ഇല്ലാതെയാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾക്ക് അവർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപിന് ആ ചെറു സംഘത്തിന് മുമ്പിൽ കീഴടങ്ങിയ ഒരു ഡീലിലേക്ക് പോകേണ്ടി വന്നത്. ഇപ്പോൾ ഇറാനെ ആക്രമിക്കുന്നതോടുകൂടി അവർ വീണ്ടും ഒരു ആക്രമണത്തിന്റെ പാതയിലേക്ക് വരികയാണ് എന്ന ഒരു പ്രസ്താവന നടത്തുകയാണ്. അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സമാധാന നീക്കങ്ങളെയും അട്ടിമറിക്കുകയാണ് എന്ന ഒരു വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഹൂത്തികൾ അടക്കമുള്ള സംഘങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക് പ്രധാനമാണ്. അവിടെ യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കം തടയും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടുകൂടി വലിയൊരു യുദ്ധപ്രഖ്യാപനം തന്നെയാണ് ഇറാൻ നടത്തുന്നത്. ഈ മേഖലയിൽ ഇറാനെ മാത്രം അസ്വസ്ഥപ്പെടുത്തി ബാക്കിയുള്ളവർക്കെല്ലാം സുഖമായി ജീവിക്കാം എന്ന ധാരണ വേണ്ട എന്ന് തന്നെയാണ് ഇറാനും അതേപോലെ തന്നെ ഹൂത്തികളും ഇപ്പോൾ നൽകുന്ന സന്ദേശം. ഇറാന്റെ യുദ്ധം അത് ഇറാന്റെ മാത്രമായി അവശേഷിക്കുന്നത് സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. കാരണം ഈ ഹോർമൂസ് കടലിടുക്കടക്കം തടഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യയുടെയും അതേപോലെ തന്നെ ഖത്തറിന്റെയും യുഎഇയുടെയും എല്ലാം എണ്ണ നീക്കം അത് ശക്തമായി തന്നെ ബാധിക്കും. അത് അവരുടെ സാമ്പത്തിക മേഖലയെ കൂടി ബാധിക്കും. അപ്പോൾ അവർക്ക് മാത്രം സുരക്ഷിതമായി മറ്റുള്ള രാജ്യങ്ങളാൽ നിൽക്കുകയും ഇറാനെ ഇസ്രായേലും അമേരിക്കയും ഇങ്ങനെ ആക്രമിക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കുന്ന നിലപാട് അംഗീകരിക്കുകയും ചെയ്യില്ല എന്ന ഒരു സന്ദേശം നൽകാനാണ് ഇറാൻ ഇപ്പോൾ ഇറാനും ഇറാനെ അനുകൂലിക്കുന്ന സംഘങ്ങളും ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനിയുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇറാൻ ഇനി വലിയൊരു ആക്രമണത്തിന് മുതിരരുത് എന്നുള്ള സന്ദേശമാണ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിലും അതേപോലെ തന്നെ ട്വീറ്റിലും എല്ലാം നൽകുന്നത്. ഞങ്ങളുടെ ലക്ഷ്യം ഈ ആണവ നിലയങ്ങൾ
ഫൊർദോ അടക്കമുള്ള ആണവ നിലയങ്ങൾ തകർക്കലായിരുന്നു. അത് ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾ ആക്രമണത്തിന് മുതിരുന്നില്ല. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനോടും സംസാരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഇനി ഇറാൻ തിരിച്ചടിക്കാൻ മുതിരുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള സംഘർഷത്തിന് വേദിയാകും. ഞങ്ങളുടെ കൈകളിൽ ഇനിയും വലിയ ആയുധമുണ്ട്, ഞങ്ങളും ഇസ്രായേലും ഒരുമിച്ചാണ് നീങ്ങുന്നത് എന്നൊക്കെയുള്ള ഭീഷണികൾ മുഴക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു അൺകണ്ടീഷണൽ സറണ്ടർ, ഉപാധിരഹിതമായ കീഴടങ്ങൽ, അത് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരെല്ലാം തന്നെ പറയുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഇസ്രായേലിനെ അസ്വസ്ഥപ്പെടുത്തി തന്നെയായിരിക്കും ഇറാൻ ഇനി മുന്നോട്ട് പോവുക. കാരണം അവരുടെ കൈവശം ഇനിയും നിരവധി ആയുധങ്ങളുണ്ട്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ നടത്തിയ ആക്രമണത്തിൽ പോലും അവർ അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റിവെച്ചിട്ടുണ്ട്. അത് സുരക്ഷിതമാണ് എന്ന് പറയുന്നത് ഇറാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്യോഗസ്ഥർ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും നിരവധി മിസൈലുകൾ, 20ഓളം മിസൈലുകൾ അവരുടെ കയ്യിലുണ്ട്. ഇപ്പോൾ പ്രയോഗിച്ച ഫത്താഹ്, സിജിയിൽ പോലെയുള്ള മാരകമായ മിസൈലുകൾക്കപ്പുറത്തുള്ള കൂടുതൽ മിസൈലുകൾ അവരുടെ കൈവശമുണ്ട്. ആ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തുടരാൻ തന്നെയാണ് സാധ്യത. ഇസ്രായേൽ ഉടനീളം ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെകളിലെല്ലാം ഇപ്പോൾ ചില ഏരിയകളിൽ രാത്രി സമയങ്ങളിൽ മാത്രമാണ് ആളുകളോട് ബങ്കറുകളിൽ കഴിയാൻ ആവശ്യപ്പെട്ടിരുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം സേഫാണ് എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശമാണ് ഇസ്രായേൽ ഉള്ളിൽ പൗരന്മാർക്ക് നൽകിയിരുന്നതെങ്കിൽ ഹൈ അലേർട്ടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ഏത് സമയവും ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും. അത് വലിയ മാരകമായ ആക്രമണം തന്നെയാകും എന്ന് കരുതിയിരിക്കുകയാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഇറാൻ്റെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളതാണ് പ്രധാനം. ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങി ഇനി ഒരു ആക്രമണവും നടത്താതെ നിർത്തുമോ, അതല്ല വീണ്ടും ആക്രമണത്തിലേക്ക് പോകാൻ തന്നെയാണോ സാധ്യത? അങ്ങനെയാണെങ്കിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ IDF-ൻ്റെ മേധാവികളടക്കം പറയുന്ന തരത്തിലുള്ള ഒരു നീണ്ട യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകും. ADF-ൻ്റെ ഇയാൽ സമീർ കഴിഞ്ഞ ദിവസം ജനങ്ങൾക്ക് നൽകിയ ദീർഘമായ ഒരു സന്ദേശമുണ്ടായിരുന്നു. ഇസ്രായേലി ജനത കുറേയേറെ കാലം ഇത് സഹിക്കേണ്ടി വരും, ഇത് വലിയൊരു യുദ്ധത്തിന് വേണ്ടിയുള്ളതാണ്, നമ്മുടെ നാട്ടിൽ ആണവായുധം വന്ന് വീഴുന്നത് തടയാനാണ് ഈ ഒരു ആക്രമണവും ഈ യുദ്ധവും എന്ന് പറഞ്ഞ് ജനങ്ങളെ സമാധാനിപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, കുറേ കാലമായി, കഴിഞ്ഞ 10 ദിവസമായി മിക്കവാറും ആളുകളിൽ ബങ്കറുകളിൽ കഴിയുകയാണ്. പുറത്തേക്കിറങ്ങാനും അതേപോലെ തന്നെ സ്വൈര്യമായ വിഹാരം നടത്താനും സാധിക്കാത്ത രൂപത്തിൽ ഭയമുള്ള ആളുകൾ അവിടെ തന്നെ ഇരിക്കുന്നു. സാധാരണ രീതിയിലേക്ക് പോകുന്നത്, പ്രത്യേകിച്ചും രാത്രി സമയങ്ങളിൽ ബങ്കറുകളിൽ തന്നെ കഴിയേണ്ട ഒരു അവസ്ഥയാണ്. പലയിടത്തും സൈറണുകൾ മുഴങ്ങുമ്പോൾ ബങ്കറുകളിലേക്ക് പോവുകയാണ് ജനങ്ങൾ. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്വസ്ഥമായ ജീവിതം എന്നാണ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് IDF മേധാവി പറയുന്നത് ഇനി ദിവസങ്ങൾ ഇങ്ങനെ തന്നെ നീണ്ടുപോകുന്നു എന്നും. അപ്പോൾ ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് ഇറാൻ്റെ ആക്രമണം ഇനി എത്ര ദിവസം നീളും എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വർഷങ്ങളോളം അങ്ങനെ യുദ്ധം ചെയ്യാനുള്ളൊരു ശേഷി ഇപ്പോഴും ഇറാനുണ്ട് എന്ന് തന്നെയാണ് പലരും കരുതുന്നത്. അതോടൊപ്പമാണ് ചൈനയുടെയും റഷ്യയുടെയും ഇടപെടലുകൾ. ഏറ്റവും ചുരുങ്ങിയത് ആയുധങ്ങൾ ഇറാനിലേക്ക് എത്തിക്കാനെങ്കിലും റഷ്യയും ചൈനയും നീക്കങ്ങൾ നടത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പശ്ചിമേഷ്യയിൽ ഇറാൻ്റെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഇവർക്കെല്ലാവർക്കും വളരെ പ്രധാനമാണ്. കാരണം സമ്പൂർണ്ണമായി ഇറാനിൽ ഒരു ഭരണമാറ്റം കൂടി ഉണ്ടായി. അവിടെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പറ്റാവുന്ന കളിപ്പാവ സർക്കാരിനെ നിയോഗിക്കുക കൂടി ചെയ്താൽ ആ മേഖലയിൽ കൂടുതലായി ഇറാനും റഷ്യയുമായും ചൈനയുമായും അടുത്തുള്ള അവരുടെ പല താല്പര്യങ്ങൾക്കും വിഘാതമാകുന്ന തരത്തിലുള്ളൊരു ഭരണകൂടം ഉണ്ടാവുക എന്ന് പറയുന്നത് റഷ്യയും ചൈനയും ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് പരമാവധി സഹായങ്ങൾ ചെയ്യും. ഗസയിൽ ആക്രമണം നടന്നപ്പോൾ ഉണ്ടായതുപോലെയുള്ള ഒരു സന്ദേശമല്ല ഇപ്പോൾ റഷ്യയും ചൈനയും ഇപ്പോൾ ഇറാൻ വിഷയത്തിൽ നൽകുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കൃത്യമായി തന്നെ അമേരിക്കയെ എതിർക്കുന്നു, ഇസ്രായേലിനെ എതിർക്കുന്നു. ഈ വിഷയത്തിൽ ഇറാൻ്റെ കൂടെയാണ് എന്നൊരു സന്ദേശം നൽകുകയാണ്. ഭരണമാറ്റം എന്ന് പറയുന്നത് ഒരിക്കലും അമേരിക്കയ്ക്ക് സാധ്യമാവില്ല എന്ന് റഷ്യ പറയുന്നു. അതേപോലെ തന്നെ ചൈനയും അത്തരമൊരു നിലപാട് സ്വീകരിക്കുകയാണ്. അതുകൊണ്ട് ഇറാന് റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്ന് സഹായങ്ങളുണ്ടാകും. വളരെ പെട്ടെന്ന് അവിടെ ഒരു മാറ്റങ്ങൾ ഉണ്ടാക്കാനോ ഖാമനായിയെ വധിച്ച് അവിടെ ഭരണത്തെ അട്ടിമറിക്കാനോ ഇസ്രായേലിന് സാധിക്കില്ല വളരെ പെട്ടെന്ന്. കാരണം അമേരിക്ക ഇപ്പോൾ പറയുന്നു അത് ഞങ്ങൾക്ക് ലക്ഷ്യമല്ല എന്ന്. പക്ഷേ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ ഞങ്ങളുടെ ആവനാഴിയിലെ ഇനി ഏറെ ആയുധങ്ങളുണ്ട്, അത് മുഴുവൻ ഈ മേഖലയിൽ പ്രയോഗിക്കും എന്നുകൂടി അമേരിക്ക പറയുന്നുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ക്യാമ്പിൽ ഇപ്പോൾ വലിയ അസ്വസ്ഥതകളുണ്ട് എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം. മാഗ ക്യാമ്പ് വളരെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതിലെ വലിയൊരു വിഭാഗം മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഇനി വേറെ എവിടെയും ഞങ്ങൾ ആക്രമണം നടത്താതിരിക്കുക, ഒരു യുദ്ധത്തിലേക്ക് പോകാതിരിക്കുകയാണ് എന്ന് അവർ പറയുന്നു. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ ഞങ്ങളൊരു ബോംബിട്ട് മടങ്ങുകയാണ് എന്ന് പറയാനുള്ള കാരണം.
വിശാലമായൊരു യുദ്ധത്തിലേക്ക് കടക്കുകയല്ല, മറിച്ച് ആ ആണവ ഭീഷണി ഇല്ലാതാക്കുക എന്ന് മാത്രമായിരുന്നു ലക്ഷ്യം എന്ന് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ കൂടി തെളിയിക്കാനുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ആക്രമണം മാത്രമേ ഞങ്ങൾ നടത്തുന്നുള്ളൂ, ഒരു യുദ്ധത്തിലേക്ക് പൂർണ്ണമായും അമേരിക്കൻ സൈനികരെ അടക്കം ഇറക്കിയുള്ള ഒരു യുദ്ധത്തിലേക്ക് നമ്മൾ നേരത്തെ ഇറാഖ് അധിനിവേശത്തിലും അഫ്ഗാൻ അധിനിവേശത്തിലും എല്ലാം കണ്ടതുപോലെയുള്ള ഒരു നീക്കം അത് ഇറാനിൽ ലക്ഷ്യമിടുന്നില്ല എന്നാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്തായാലും